വീട്ടിൽ വിളക്ക് വെക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇടാമെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളിയിൽ ഒരല്പം പനിനീരൊഴിക്കും. എന്നിട്ട് ഈ വിളക്കും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ തുടയ്ക്കാനായിട്ട് മാത്രം ഞാനൊരു തുണി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ആദ്യം ഫോട്ടോയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കും. ഈ ഡീപ്പ് ക്ലീനിങ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ച 2 ദിവസമൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ വിളക്ക് കത്തിക്കുന്നതൊക്കെ ആണെങ്കിലും വിളക്കായാലും കിണ്ടിയായാലും ബാക്കി സാമ്പ്രാണിത്തട്ട് എല്ലാ സാധനങ്ങളും വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഞാൻ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം തുണി ഉപയോഗിച്ച് തന്നെ ഞാൻ വിളക്ക് വെക്കുന്ന ആ ഒരു തടിയുടെ ഒരു സ്റ്റാൻഡ് പോലെ ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ചില ഫോട്ടോസിൻ്റെയൊക്കെ താഴെ, അതായത് ഒരു അയ്യപ്പൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും താഴെ എല്ലാ ഫോട്ടോസും കൂടെ വെക്കാനായിട്ട് നമുക്കൊരു ഇടയില്ലല്ലോ. അപ്പോൾ ആ സൈഡിലായിട്ട് ഞാൻ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ ഈ മൺചിരാതാണ് ഞാൻ കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണ ഈ പലകയിൽ വീണിട്ടുണ്ട്. അപ്പോൾ വല്ലപ്പോഴും നമ്മൾ ഇച്ചിരി സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ അത് പോവില്ല. അപ്പോൾ അതിൻ്റെയാണ് ഒരു പാട പോലെ ഇരിക്കുന്നത്. പിന്നെ വിളക്കൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുക്കാറുണ്ട്. ആ കരിച്ച് പിടിച്ചിരിക്കുന്നത് ഞാൻ കർപ്പൂരം ഒഴിയുന്ന ആ ഒരു ഇതാട്ടോ. ഇതൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. കൂടാതെ തന്നെ ഞാൻ ഒരു ഉരുളിക്കകത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് വെക്കും. അതിൻ്റെ അകത്ത് ഞാൻ കർപ്പൂരം ആദ്യം ഒരല്പം പൊടിച്ചിടും. കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി പൂക്കളും ഇടും. ഈ പൂക്കൾ ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റും കേട്ടോ. ഇതെല്ലാം ഞാൻ കഴുകുന്ന ഈ ഉരുളിയിലാണ്. ഇതിൽ ഞാൻ പാചകം ചെയ്യാറില്ല. പിന്നെ വിളക്കത്ത് വയ്ക്കാനുള്ള പൂക്കളും ഞാൻ മേടിക്കുന്നതാണ്. തുളസി ഞാനിവിടെ നമ്മുടെ ബാൽക്കണിയിൽ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള തുളസി കിട്ടാറുണ്ട്. 2 തിരി മുൻപോട്ട് കൂപ്പുകൈ ഇട്ട്, അതുപോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരി കൂപ്പുകൈ പോലെ ഇട്ടിട്ടാണ് ഞാൻ തിരി തെളിയിക്കുന്നത്. സൈഡിലായിട്ട് കിണ്ടിയിൽ വെള്ളവും തുളസിയും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ദശാങ്കം കത്തിക്കും. അത് നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ. ഇത് പൗഡറാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കോൺ കിട്ടുന്നുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് കോൺ രൂപേണ അത് കിട്ടും. അത് ഞാനിങ്ങനെ സൈഡിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം പുകച്ച് വയ്ക്കാറുണ്ട്. ആദ്യം തന്നെ ഞാനൊരു മണിയെടുത്ത് ചെറിയായിട്ടൊരു ശബ്ദം ഉണ്ടാക്കും. അല്ലെങ്കിൽ മണിയില്ലാത്തവർ കൈ വെച്ച് 3 കൊട്ട് കൊട്ടിയാലും മതി. കൈയടിക്കുക എന്ന് പറയത്തില്ല, അതുപോലെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യം 2 വശത്തേക്കുള്ള തിരികൾ തെളിയിക്കും. അതിനുശേഷം സൈഡിലായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന മൺചിരാത് അത് കത്തിക്കും. പിന്നെ സാമ്പ്രാണിയും അതുപോലെ തന്നെ നമ്മുടെ ദശാങ്കവും ഞാൻ കത്തിച്ച് വയ്ക്കും. അതിനുശേഷമാണ് ഞാൻ കർപ്പൂരം എടുത്ത് ഒഴിയുന്നത്. ഈ കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷം ഞാനിത് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഒരു പുക എത്തിക്കാറുണ്ട്. നമ്മളത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കർപ്പൂരമൊക്കെ ഒഴിയുന്നതിലൂടെ അത് പുറന്തള്ളപ്പെടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. 40 മിനിറ്റോളം ഞാൻ കത്തിച്ച് വയ്ക്കാറുണ്ട്. അതിനുശേഷം ഒരു പൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിളക്ക് അണയ്ക്കാറ്.